70ഉം 80ഉം പിന്നിട്ടവർ ഇടവകപ്പള്ളിയിൽ ഒന്നിച്ചുകൂടി അനുഭവങ്ങൾ പങ്കുവച്ചത് ഏറെ കൗതുകമായി. പാലാ രൂപതയിലെ തുരുത്തിപ്പള്ളി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചായിരുന്നു വയോജനങ്ങളും രോഗികളുമായവർ ഒന്നിച്ചുകൂടിയത്. പ്രായാധിക്യവും ക്ഷീണവും മൂലം പള്ളിയിൽ നാളുകളായി പോകാൻ കഴിയാത്തവർ ഒന്നിച്ചു കണ്ടത് ഹൃദയഹാരിയായ കാഴ്ചയായിരുന്നു. പാട്ടുകൾ പാടിയും അനുഭവങ്ങൾ പങ്കുവച്ചും അവർ ഈ കൂട്ടായ്മയെ നിറവുള്ളതാക്കി. കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുമുള്ള അവസരവും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. പ്രായമായവരെ ദേവാലയവുമായി ബന്ധപ്പെട്ട ഓർമ്മകളിലേക്ക് നയിക്കുന്നതിനും ജീവിത പങ്കാളിയെയും മക്കളെയും തന്നതിന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിനും സമപ്രായക്കാരോട് സംസാരിക്കുന്നതിനുമുള്ള അവസരമാണ് ഈ സ്നേഹസംഘത്തിലൂടെ ഒരുക്കിയതെന്ന് തുരുത്തിപ്പള്ളി വികാരി ഫാദർ ജോസ് നെല്ലിക്കത്തെരുവിൽ പറഞ്ഞു. തൻ്റെ 96 വയസ്സുള്ള വല്യപ്പൻ പ്രായമായവരോട് എങ്ങനെ പെരുമാറുന്നതെന്ന് ഏറെ ശ്രദ്ധയോടെ വീക്ഷിച്ച അനുഭവങ്ങളാണ് അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു തയ്യിൽ പറഞ്ഞത്. തൻ്റെ മനസ്സിന് പ്രായമായിട്ടില്ല, മനസ്സ് ചെറുപ്പമാണെന്ന് പറഞ്ഞ് മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കണമെന്നും അച്ഛൻ അവരെ ഓർമ്മിപ്പിച്ചു. പിതൃവേദിയുടെ നേതൃത്വത്തിൽ മാതൃവേദി, കത്തോലിക്ക കോൺഗ്രസ്, വിൻസെന്റ് ഡി പോൾ, SMYM തുടങ്ങിയ സംഘടനകളും കൈക്കാരന്മാരും കാട്ടാമ്പാക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ സ്റ്റാഫ് അംഗങ്ങളും മെഡിക്കൽ സഹായം നൽകുന്നതിന് പരിപാടിയിൽ പങ്കെടുത്തു.